ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഊട്ടിയിലെ കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡനാണ്. ഊട്ടിയിലെ ഫേമസ് ഗാർഡനുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് അഡൾട്ടിന് 100 റുപ്പീസും കിഡ്സിന് 50 റുപ്പീസുമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടൈമിങ്സ് വരുന്നത് ഡെയിലി 7 AM to 6 PM ആണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജും മെയ്സും അതുപോലെ തന്നെ അടിപൊളി ഒരു ഫ്ലവർ ഗാർഡനും ഒക്കെ ഉണ്ട്. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കർണാടക ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ വന്ന് നമുക്ക് അത്യാവശ്യം കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ള വകയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മെയ്സും ഹാങ്ങിങ് ബ്രിഡ്ജും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊന്നും ഒട്ടും ബോറടിക്കില്ല. ഇവിടുത്തെ ഫ്ലവർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ടാണ് ഫ്ലവർ ഗാർഡനൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണണേ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഗാർഡൻ കാണാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സൈഡുകളിലൊക്കെ നോക്കുമ്പോൾ കുറേ ഹെഡ്ജസുകളൊക്കെ കാണാം. പിന്നെ ഇത് 2 എലിഫൻറ്റുകൾ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന എലിഫൻറ്റുകളാണ് കേട്ടോ. ഗാർഡൻ അങ്ങനെ വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുകൾ പാട്ടിലൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഒന്ന് ആദ്യം കയറി നോക്കുകയാണ് കേട്ടോ. സൈഡുകളിലൂടെയൊക്കെ പല ഷേപ്പിൽ പല അനിമൽസിൻ്റെ ഒക്കെ ഷേപ്പിൽ കുറേ ഹെഡ്ജസുകളൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ഫേൺ ഹൗസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഹൗസാണ്. നമ്മൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ കണ്ടുപോലെ തന്നെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഫ്ലവർലെസ് പ്ലാന്റുകളാണ്. കാക്ടസുകളും അതുപോലെ തന്നെ പായൽ ചെടികളും ഹെർബ്സുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയ കാണാം. ഒരു ഗുഹ പോലെ മരത്തിൻ്റെ വേരുകളൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഫോട്ടോസ് റീൽസൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു വിശാലമായ ഗ്രൗണ്ടാണ്. ഇവിടെ നമുക്ക് കുറേ ഹെഡ്ജസുകളൊക്കെ കാണാം. കുറേ ഫോട്ടോസും റീൽസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഈവനിങ് ടൈമൊക്കെയാണ് വന്നെങ്കിൽ നമുക്ക് കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയാണ്. പിന്നെ 2 പെൻഗ്വിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു കർണാടക ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണാം. മുകളിലോട്ട് കയറുമ്പോൾ ഇത്രയൊക്കെ കാണാനുള്ളൂ കേട്ടോ. ഇനി നമ്മൾ താഴത്തെ ഭാഗത്തോട്ട് പോവാണ്. അവിടെയാണ് ഹാങ്ങിങ് ബ്രിഡ്ജും മെയ്സും ഫ്ലവർ ഗാർഡനൊക്കെ ഉള്ളത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വിശാലമായ ഗ്രൗണ്ടാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വ്യൂ ചെയ്യാനായിട്ട്. നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാൻ തോന്നിപ്പോവും. പക്ഷെ ഞങ്ങൾ പോയത് മോർണിംഗ് ടൈം ആയതുകൊണ്ട് വെയിലാവുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർത്ത് പോകേണ്ടതായിട്ട് വന്നു. ശരിക്കും നമ്മൾ ഈവനിങ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കുറേ നേരം ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റും. ഈവനിങ് ടൈം വരുമ്പോൾ ഇവിടെ നല്ല റഷായിരിക്കും കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മെയ്സിലോട്ടാണ് പോകുന്നത്. മെയ്സ് കാണാൻ പോവാണ്. അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കണ്ടോ, ഇത് ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഹെഡ്ജസ് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഓരോ കോളങ്ങളിൽ ഇങ്ങനെ ചെടികൾ നട്ടിട്ട് ഫ്ലവർ പ്ലാന്റുകളൊക്കെ കാണാം. നല്ല രസമുണ്ട് കേട്ടോ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാനായിട്ട്. ഇതാണ് മെയ്സ്. അപ്പോൾ ഇത് ഇവിടെ കയറാനാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇതാണ് മെയ്സിൻ്റെ എൻട്രൻസ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണല്ലേ മെയ്സ്. ഇവിടെ കയറി കളിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കുറേ കുട്ടികൾ ഇതിൻ്റെ അകത്ത് കളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകൾ കൂടി കണ്ടു നോക്കാം. ഇതിൻ്റെ അകത്ത് ചുറ്റി കറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ എക്സിറ്റ് കണ്ടു പുറത്തിറങ്ങി. ഓസ്റ്റിനാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് പോരണമൊന്നുണ്ടായിരുന്നില്ല. അവൻ കുറേ നേരം അതിനകത്ത് തന്നെ ഇരുന്ന് സ്പെൻഡ് ചെയ്യായിരുന്നു. വെയിലായി വരുന്നതിന് മുന്നേ ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി. ഇനി നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈനൊക്കെ കാണാം. ചെറിയൊരു പോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറേ മീനുകളെയൊക്കെ കാണാം. മീനുകളും അരയന്നങ്ങളൊക്കെ നീന്തി കളിക്കുന്നുണ്ട്. നല്ല അലങ്കാര മീനുകൾ കുറേ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അങ്ങനെ കാണാനായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ.
പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറേ അരയന്നങ്ങളും ഡക്കുകളൊക്കെ നീന്തി കളിക്കുന്നുണ്ട്. പിന്നെ കുറേ മീനുകളുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നേരം ഇവിടെ നിന്ന് നോക്കി നിന്ന് കാണാമായിരുന്നു. പിന്നെ ഇവിടെ ഒരു അരയന്നത്തിൻ്റെ ഫാമിലീനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടാണല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറി. ഇവിടെ കുറേ പേരൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഗാർഡൻ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസ് നല്ല അടിപൊളി വ്യൂസാണ്. ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഫ്ലവർ ഗാർഡൻ കാണാനാണ് കയറിയത്. ഇതാണ് ഫ്ലവർ ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നനയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ഡാലിയ പൂക്കൾ നമുക്ക് കാണാൻ പറ്റും, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുമ്പോൾ കാണാം പല ടൈപ്പിലുള്ള ഫ്ലവർ പ്ലാന്റുകൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. ഓരോ ടൈപ്പ് പ്ലാന്റുകളും ഓരോ കോളങ്ങളിലായിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ. ഓരോ ടൈപ്പ് ഓരോരോ കോളങ്ങളിലായിട്ടാണ്. നല്ല ഭംഗിയുണ്ട് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാൻ. ഈ പ്ലാന്റ് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇതൊരു തരം ലീഫാണ് കേട്ടോ, റെഡ് കളറിൽ. ഇതിങ്ങനെ മൊത്തത്തിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ടൈപ്പ് പ്ലാന്റ് അങ്ങനെ ഓരോ ടൈപ്പ് പ്ലാന്റുകളും സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനത്തെ കുറേ കോളങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫ്ലവർ പ്ലാന്റുകളാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മിഡിലൂടെ ഗ്രേപ്സ് ആണ് കേട്ടോ. മുകളിൽ ഫുള്ള് ഗ്രേപ്സ് ആണ്. അങ്ങ് അറ്റം തൊട്ട് ഇങ്ങ് അറ്റം വരെ ഗ്രേപ്സ് ആണ്. അത് എല്ലായിടത്തും ഗ്രേപ്സ് ഉണ്ടായി കിടക്കുന്നുണ്ട്. പാകമായി വരണുള്ളൂ. നിങ്ങൾക്ക് എത്രമാത്രം വിസിബിൾ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന കാണാനായിട്ട്. ഈ മിഡിൽ പാർട്ട് ഫുള്ള് ഇങ്ങനെ ഗ്രേപ്സ് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങ് അറ്റം വരെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഫ്ലവർ പ്ലാന്റുകൾ സെറ്റ് ചെയ്തേക്കുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഫ്ലവർ ഗാർഡൻ കാണാനായിട്ട്. നമ്മൾ നേരത്തെ ഒരു റെഡ് കളർ പ്ലാന്റ് കണ്ടില്ലേ, അതിൻ്റെ പിങ്ക് വേർഷനാണ് കേട്ടോ. ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ മിക്സ്ഡായിട്ട് നിൽക്കുകയാണ്. നല്ല രസമായിട്ട് അത് കാണാനായിട്ട്. വീഡിയോയിൽ എത്രമാത്രം ഭംഗി മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല സൂപ്പറാണ്. നല്ല രസമാണ് ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ. അതുപോലെ ഇവിടെ ഇരിക്കാനൊക്കെ കല്ലുകളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉരുളൻ കല്ലുകൾ ഇങ്ങനെ വെച്ചേക്കുന്നു. അവിടെ നമുക്ക് ഇരിക്കാൻ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈനും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗണ്ടും പൂക്കളും ചെടികളും എല്ലാം കൂടെ നമുക്ക് നല്ലൊരു ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഒരു സൈഡ് മാത്രമേ നമ്മൾ കണ്ടോളൂ. നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവാണ്. ഇവിടെ നമുക്ക് ഡാലിയ പൂക്കളിൻ്റെ ഒരു കോളം കാണാം. പല കളറിലുള്ള ഡാലിയ പൂക്കൾ ഇങ്ങനെ കട്ട് കുത്തി നിൽക്കുക കേട്ടോ. നല്ല ഭംഗിയാണ്. അതുപോലെ ഓരോ പ്ലാന്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടിച്ചട്ടികളിലും പ്ലാന്റുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ സൈഡുകളിലൊക്കെ ഫ്ലവർ പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ.
ഗാർഡൻ ഒക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഊട്ടിയിൽ വിസിറ്റിങ്ങിന് വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ കർണാടക ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ. ഊട്ടിയിലെ ഫ്ലവർ ഷോ ഒക്കെ വരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് എപ്പോൾ വന്നാലും നമുക്ക് ബോറടിക്കില്ല. നല്ല അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.